വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളൽ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളിൽ വിള്ളലുകളില്ല, മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുകൾ മാത്രമാണുള്ളത്. വീട് കൈമാറിയ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതാണ് ഗൗരവമായ വിഷയമെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വെള്ളം കിനിഞ്ഞിറങ്ങുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. വീടുകൾ കൈമാറിയ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായാൽ കരാറ് പ്രകാരം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പരിഹാരം കാണേണ്ടി വരുമെന്നും അല്ലെങ്കിൽ പണം അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വീടുകൾ സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ വിശദീകരണം. കിഫ്കോൺ ഊരാളുങ്കൽ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മന്ത്രി ടൗൺഷിപ്പിലെത്തിയത്. വിള്ളൽ കണ്ടെത്തിയ ഫേസ് 1-ൽപ്പെട്ട A8 വീടിന്റെ ഉള്ളിലും മേൽക്കൂരയിലും മന്ത്രി പരിശോധന നടത്തി. ഒരു വീട് പൂർത്തിയായാൽ വീട് പൂർത്തിയായ വഴിക്ക് വീട് കൊടുക്കാൻ പറ്റില്ല. ആ വീടിന്റെ മുകളിൽ 24 മണിക്കൂർ വെള്ളം അടിച്ചു നിർത്തി വെള്ളം കിനിയുന്നുണ്ടോ എന്ന് നോക്കും. അപൂർവമായി ചില സ്ഥലത്ത് അങ്ങനെ കിനിയും. അങ്ങനെ കിനിഞ്ഞൊരു വീടാണത്. കുറച്ചു ദൂരം അങ്ങനെ കിനിഞ്ഞിട്ടുണ്ട്. ഒരു ഷ്രിങ്ക് എന്ന് പറയും. അങ്ങനെ വരുന്നതിന് ചുറ്റും കടലാസ് പെൻസിൽ കൊണ്ട് ഒരു സാധനം രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതിന്റെ ഭാഗമായി നടത്തുന്നത് സാങ്കേതിക പദമാണ്. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഒരു എപ്പോക്സി ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തും. അതായത് വീണ്ടും വെള്ളം ഒഴിച്ചാൽ കിനിയാൻ പാടില്ല എന്നത് ഉറപ്പുവരുത്താനുള്ള ഒരു നടപടിക്രമമാണ്. ചോർച്ചയില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു വാട്ടർ പ്രൂഫിംഗ് നടത്തും. ആ വാട്ടർ പ്രൂഫിങ്ങിന്റെ മുകളിലായി 2 മുതൽ 7 സെന്റിമീറ്റർ വരെ ചെരിച്ചുകൊണ്ട് സ്ക്രീഡ് കോൺക്രീറ്റിംഗ്, അതായത് വെള്ളം കെട്ടിക്കിടക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീടിനകത്തേക്ക് വെള്ളം ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇത് കൊടുക്കുള്ളൂ.